ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് മന്തി തന്നെ ഉണ്ടാക്കാം പോരെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ക്യാപ്സിക്കം വേണം, മുളക് 4 എണ്ണം, ലെമൺ, ഒനിയൻ ആൻഡ് ചിക്കൻ മാഗി ക്യൂബ്സ് ഉണ്ട്. പിന്നെ തിന്നായിട്ട് അരിഞ്ഞു വെച്ച ഒനിയൻസും ഉണ്ട്. അത് നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒനിയൻസ് ഫ്രൈസ് ആക്കാനാണ്. പിന്നെ സ്റ്റാർ അനീസ് ഉണ്ട്, കാർഡമം ഉണ്ട്, ബേസിൽ ലീഫ്, ഗ്രാമ്പൂ, പിന്നെ പെപ്പർ, ജീരകം ആൻഡ് ഏലക്ക. അപ്പോൾ എണ്ണയ്ക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി, ഈസ്റ്റേണിൻ്റെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ മസാല വേണം. പിന്നെ കൊറിയാണ്ടർ ഇല്ലാത്ത കാരണം കൊറിയാണ്ടർ പൗഡർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ ഇട്ടു കുറേശ്ശെ. പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഒനിയൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ മുളക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് ഇതിലാക്കിയിട്ട് പിന്നെ ലെമൺ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് നല്ലോണം അങ്ങ് പരട്ടി ഒന്ന് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടെ മുളക് പൊടി കുറവാന്ന് തോന്നിയിട്ട് അത് പറഞ്ഞാൽ മുളക് പൊടി ആഡ് ചെയ്ത് എന്നിട്ട് നമ്മളൊരു 30 minutes വയ്ക്കാം. ഇൻ ദ മീൻ ടൈം നമ്മൾ ആ സബോള നമ്മൾ വറുത്തെടുക്കാം. ഒന്ന് നല്ല രസം. ഇനി ആ മൂടി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ കെച്ചപ്പ് ആണെങ്കിലും മതി കേട്ടോ, എന്താണേലും ഓക്കെയാണ്. ഒനിയൻസ് റെഡി. ഇനി നമ്മൾ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം കേട്ടോ, എന്നാലേ അത് ക്രിസ്പി ആയി വരുള്ളൂ. അതുകൊണ്ട് ഫ്രൈ ചെയ്യാം. അതുകൊണ്ട് ബാക്കിയുള്ള മിക്സറിൻ്റെ അകത്ത് നമ്മൾ അരി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും ചിക്കൻ സ്റ്റോക്കും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ ഫ്രൈ ആയെന്നുണ്ട് ഗൈസ്, ചോറും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാലിൻ്റെ അകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് അത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ബാക്കിയുള്ള ഗ്രേവിയും കൂടെ ഇട്ടിട്ട് കുറച്ച് മുളക് ഇങ്ങനെ കുത്തി വെച്ച് പിന്നെ ലെമണും കൂടെ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ അത് നമ്മൾ മൂടി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ മന്തി റെഡിയായി ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഒനിയൻ ഫ്രൈസും കൂടെ അതിൻ്റെ മേളിൽ ഇങ്ങനെ വിതറിയിടാം. വാവ്, എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര അഭിമാനം തോന്നി ഗൈസ് ഇതുണ്ടാക്കിയതിന് ശേഷം. ഇനി നമുക്ക് ചോറൊക്കെ ഇങ്ങനെ വിളമ്പി അതിനകത്തൊരു ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് പിന്നെ കുറച്ച് ഒനിയൻ ഫ്രൈസും അങ്ങനെ ഇട്ടിട്ട് കുറച്ച് ലെമണും വെച്ച് വാവ്, ഇനി കുറച്ച് മയോണൈസും കൂടെ വെച്ച് വാവ് സെറ്റ് ഗൈസ്. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. ചെറുതായിട്ടൊരു പോർഷൻ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ റൈസിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് കഴിച്ചോണ്ടല്ലോ, അടിപൊളിയായിരുന്നു ഗൈസ്. കഴിച്ചിട്ട് എൻ്റെ ആ മുഖത്തെ റിയാക്ഷൻ ഒന്ന് നോക്കണം. ഓ ഗൈസ്, സീരിയസ്ലി ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. അതെന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ സ്പീച്ച്ലെസ് ആയിപ്പോയി, കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എത്ര നല്ല മന്തി ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത്. അപ്പോൾ ഗായ്സ്, മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.